നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF BJP ധാരണ ലക്ഷ്യം കാണാതിരുന്നത് ഇടതുപക്ഷത്തിന്റെ ജാഗ്രത കൊണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ ഒരു സ്കൂൾ പോലും റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാർക്ക് വിട്ടുകൊടുക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. EMSന്റെ ലോകം ദേശീയ സെമിനാർ മലപ്പുറം മഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക, അതിനു പകരം കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക, അങ്ങനെയാണ് ഒരു ഡസനിൽ പരം സീറ്റ് നേടാൻ യഥാർത്ഥത്തിൽ UDFന് കഴിഞ്ഞു. പുതിയ സർക്കാരിന്റെ നടപടികൾ ശുഭസൂചകമെന്ന് VS അച്യുതാനന്ദൻ. ഉമ്മൻചാണ്ടി ഭരണ സംവിധാനത്തെ EGN തൊഴുത്താക്കി മാറ്റി. അത് കഴുകി വൃത്തിയാക്കി മാറ്റുകയാണ് പുതിയ സർക്കാർ. 2 ആഴ്ചത്തെ ഭരണ നടപടികൾ ഇതിന് തെളിവാണെന്നും VS പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാർ ചവിട്ടിമതിച്ച ഒരു EGN തൊഴുത്താക്കിയ ഭരണ സംവിധാനം കഴുകി വൃത്തിയാക്കുവാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോഴത്തെ LDF സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ സർക്കാർ കൈക്കൊണ്ട നടപടികൾ ഇതിന് തെളിവാണ്. ആരോഗ്യ വിദ്യാഭ്യാസ പൊതുവിതരണ രംഗങ്ങളിലൊക്കെ ആരംഭിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ശുഭസൂചനകൾ നൽകുന്നതാണ്. ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട് ഹോട്ടലുകളിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. പെരുമ്പാവൂരിലെയും കോതമംഗലത്തെയും ഹോട്ടലുകളിലെ CCTV ദൃശ്യങ്ങളാണ് പരിശോധിക്കുന്നത്. കൊലപാതക ദിവസം ജിഷ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിരുന്നുവെന്ന സംശയത്തെ തുടർന്നാണ് നടപടി. ഇതിനിടെ പോലീസ് പ്രദേശത്തെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ദേഹപരിശോധന നടത്തി. സംശയകരമായ മുറിവുകളുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് ഇത്. കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ജിഷ വീട്ടിൽ നിന്നും പുറത്തുപോയിരുന്നതായി അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. വട്ടോളിപ്പടി വള്ളം ഡിപ്പോയിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുമ്പ് ജിഷ ഫ്രൈഡ് റൈസ് കഴിച്ചിരുന്നതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കോതമംഗലത്തെയും പെരുമ്പാവൂരിലെയും ഹോട്ടലുകളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ ജിഷയെ കണ്ടെത്താനായാൽ അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവാകും. ജിഷയ്ക്കൊപ്പം ആ സമയത്ത് മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നും ഇതുവഴി മനസ്സിലാക്കാൻ കഴിയും. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനായി ADGP B സന്ധ്യയുടെ നിർദ്ദേശപ്രകാരം വിദഗ്ധരടങ്ങുന്ന 14 അംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം വിവിധ തലങ്ങളിലുള്ള മറ്റന്വേഷണങ്ങളും പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി 14 അന്യസംസ്ഥാന തൊഴിലാളികളെ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ജിഷയുടെ വീടിന് സമീപമുള്ള സ്വകാര്യ സ്കൂളിൽ നിർമ്മാണ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെയാണ് ചോദ്യം ചെയ്യുന്നത്. കൊലപാതകത്തിന് ശേഷം ഇവർക്കൊപ്പമുണ്ടായിരുന്നവരാരെങ്കിലും നാടുവിട്ടു പോയിട്ടുണ്ടോ എന്നറിയുന്നതിനാണ് ചോദ്യം ചെയ്യൽ. ഒപ്പം പോലീസ് ഇവരുടെ ദേഹപരിശോധനയും നടത്തി. സംശയകരമായ മുറിവുകൾ എന്തെങ്കിലും ശരീരത്തിലുണ്ടോ എന്നറിയുന്നതിനായിരുന്നു ദേഹപരിശോധന. വിശദമായ ചോദ്യം ചെയ്യലുകൾ തുടരാനാണ് പുതിയ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണനെതിരെ നടൻ സാബു മോന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അന്വേഷണം കഴിയുമ്പോൾ രാമകൃഷ്ണൻ ജയിലിലാകും. മണിയുടെ കുടുംബാംഗങ്ങളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനാണ് രാമകൃഷ്ണന്റെ നീക്കം എന്ന് തുടങ്ങിയ ആരോപണങ്ങളാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉള്ളത്. കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സഹോദരൻ RLV രാമകൃഷ്ണനും മണിയുടെ സുഹൃത്തുക്കളും തമ്മിലുള്ള തർക്കം ഒരിക്കൽ കൂടി മറനീക്കി പുറത്തുവന്നു. രാമകൃഷ്ണനെതിരെ ആരോപണവുമായി തരികിട ഫെയിം സാബുമോൻ ഫേസ്ബുക്ക് പോസ്റ്റിട്ടു. CBI അന്വേഷണം കഴിയുമ്പോൾ മിക്കവാറും രാമകൃഷ്ണൻ ജയിലിൽ കിടന്ന് അരിയുണ്ട തിന്നേണ്ടി വരുമെന്ന് തുടങ്ങുന്ന FB പോസ്റ്റാണ് സാബുമോൻ ഇട്ടത്. യഥാ യഥാ ഹി ധർമ്മസ്യ എന്ന് തുടങ്ങുന്ന ഗീതയിലെ വചനം നൽകിക്കൊണ്ട് വീണ്ടും ഇത്തരത്തിൽ വരുമെന്ന ധ്വനി നൽകിയാണ് സാബുമോൻ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. കലാഭവൻ മണിയുടെ മരണത്തിലെ ദുരൂഹത നീക്കാൻ CBI അന്വേഷണത്തിന് പിണറായി വിജയൻ സർക്കാർ ശുപാർശ ചെയ്തിരുന്നു. അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരിയായ രീതിയിൽ പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് മണിയുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഒരിക്കൽ കൂടി രംഗത്തെത്തുന്നത്. ഇതേ സംബന്ധിച്ച് സംവിധായകൻ വിനയൻ പീപ്പിൾ TVയോട് പ്രതികരിച്ചത് ഇങ്ങനെ: രാമകൃഷ്ണന് ഉള്ള സംശയങ്ങളോ CBIയോട് പറയട്ടെ, സാബുമോനും അദ്ദേഹത്തിന് ഉണ്ടായ സത്യസന്ധമായ തലേദിവസോടെ പോയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയട്ടെ. അപ്പൊ ഇവർ രണ്ടുപേരും ഇങ്ങനെ ബഹുമാനമുണ്ടെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മരണത്തെക്കുറിച്ച് തമ്മിൽ ഇങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV ന്യൂസ്. ഗ്രൂപ്പ് അതിപ്രസരമില്ലാത്ത പുനഃസംഘടനയാകും നടത്തുകയെന്ന് VM സുധീരൻ. UDF ചെയർമാൻ സ്ഥാനം സംബന്ധിച്ച അന്തിമ തീരുമാനം ഹൈക്കമാൻഡിൻ്റേതാകും. ദില്ലിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സുധീരൻ. നേരത്തെ രൂപീകരിച്ച സമിതികൾക്ക് ഇപ്പോൾ പ്രസക്തിയില്ല. ആ സമിതികളൊക്കെ അതിൻ്റെ ഒരു ദൗത്യം കഴിഞ്ഞു. ഗ്രൂപ്പ് അതിപ്രസരത്തിന് അതീതമായി പുതുമുഖങ്ങളും പിന്നെ ചെറുപ്പക്കാരും വനിതകളും
മറ്റു ജീവിതത്തിൻ്റെ എല്ലാ തലത്തിലും പെടുന്ന നന്നായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുക എന്നുള്ള അതുവഴി പാർട്ടിയെ കൂടുതൽ സചേതനമാക്കി മാറ്റും. അതാണ് ലക്ഷ്യം. വിവരങ്ങളുമായി മനുശങ്കരൻ ചേരുന്നു ദില്ലിയിൽ നിന്നും. മനു, ഇന്ന് നടത്തിയ കൂടിക്കാഴ്ച സംബന്ധിച്ച മറ്റു വിശദാംശങ്ങൾ എന്താണ് ലഭ്യമായിട്ടുള്ളത്? സ്വരാജ്, എന്തായാലും VM സുധീറിന്റെ നിലപാട് ഹൈക്കമാൻഡ് പൂർണ്ണമായി ഏകദേശം അംഗീകരിച്ചിരിക്കുന്നു എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. ഇന്നലെ 3 നേതാക്കളും ഉമ്മൻചാണ്ടി, VM സുധീരൻ, രമേശ് ചെന്നിത്തല എന്നിവരുമായി ഹൈക്കമാൻഡ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തലയും ദില്ലിയിൽ നിന്നും മടങ്ങിയെങ്കിലും VM സുധീരൻ ദില്ലിയിൽ തന്നെ തുടരുകയായിരുന്നു. ഇന്ന് രാവിലെ AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കൊപ്പം രാഹുൽ ഗാന്ധി ഒപ്പം AK ആന്റണി എന്നിവരുമായി VM സുധീരൻ കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിലടക്കം ഈ AI ഗ്രൂപ്പുകൾ ഉയർത്തുന്ന ഈ ഗ്രൂപ്പ് പ്രശ്നങ്ങളും മറ്റും വലിയ രീതിയിൽ ഉയർത്തുന്ന വിവാദങ്ങൾ പാർട്ടിയെ വലിയ രീതിയിലേക്ക് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. ഇനിയും ഇതുമായി മുന്നോട്ട് പോയാൽ വലിയ പരാജയങ്ങൾ ഇനിയും നേരിടേണ്ടി വരും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കമാൻഡ് മുമ്പാകെ സുധീരൻ ആവർത്തിച്ചു എന്നാണ് അറിയുന്നത്. ഇതിനുശേഷം മാധ്യമങ്ങളെ കണ്ട സുധീരൻ വ്യക്തമാക്കിയത് ഗ്രൂപ്പ് അതിപ്രസരമില്ലാത്ത പുനഃസംഘടന നടത്തും എന്ന കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് പ്രശ്നങ്ങൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് പോകുന്ന ഒരു പുനഃസംഘടന നേതൃത്വത്തെ മറ്റും ഉൾക്കൊള്ളിക്കാനാകും ശ്രമിക്കുക എന്നും സുധീരൻ വ്യക്തമാക്കി. അതേസമയം UDF ചെയർമാൻ സ്ഥാനം സംബന്ധിച്ചുള്ള ഉമ്മൻചാണ്ടി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഇത് സംബന്ധിച്ചുള്ള നിലപാട് ഹൈക്കമാൻഡാണ് എടുക്കേണ്ടത്, ഇത് സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് തന്നെ അറിയിക്കും എന്ന നിലപാടാണ് സുധീരൻ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ AI ഗ്രൂപ്പുകൾ വലിയ രീതിയിൽ സുധീരനെതിരെയുള്ള പടയൊരുക്കം ശക്തമാക്കിയിരുന്നു. K സുധാകരൻ അടക്കം ഇന്നലെ നടത്തിയ പ്രസ്താവനകൾ നട്ടലുള്ള നേതൃത്വം KPCCക്ക് വരണം എന്നതും മറ്റുമായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള നിലപാടിലെ വിശദീകരണം ചോദിച്ചപ്പോൾ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് KPCC നേതൃത്വം എന്താണെന്നറിയാം, ഇതിൽ താൻ കൂടുതൽ വിശദീകരണം നൽകേണ്ടതില്ല, വലിയ വിവാദങ്ങൾക്ക് ഇട നൽകുവാൻ താൻ ഇപ്പോൾ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളിൽ നിന്ന് VM സുധീരൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു. എന്തായാലും VM സുധീരൻ ഇപ്പോൾ കൂടിക്കാഴ്ചകൾക്ക് ശേഷം കേരളത്തിലേക്ക് തന്നെ മടങ്ങിയിരിക്കുകയാണ്. 1984 സിഖ് വിരുദ്ധ കലാപം വീണ്ടും അന്വേഷിക്കാൻ ഉത്തരവിട്ടു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. സിഖ് വിരുദ്ധ കലാപത്തിലെ 75 കേസുകളാണ് പുനരന്വേഷിക്കുക. സിഖ് കലാപവുമായി ബന്ധപ്പെട്ട് ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് എന്തെങ്കിലും തെളിവ് നൽകണമെങ്കിൽ അന്വേഷണ സംഘത്തിന് മുൻപാകെ നൽകാം. കലാപവുമായി ബന്ധപ്പെട്ട് അന്ന് 235 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്നാൽ വേണ്ടത്ര തെളിവുകളില്ലാത്തതിനാൽ ഇതിൽ മിക്ക കേസുകളും പിന്നീട് അന്വേഷിക്കാതെ വിട്ടു. ജഗദീഷ് ടൈറ്റ്ലർ അടക്കം നിരവധി പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ കേസിൽ പ്രതികളാണ്. കേരളത്തിൽ വർഗീയത ശക്തിപ്പെടുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. RSSന്റെ ഭീഷണി നേരിടാൻ UDFനാവില്ല. മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ അടിത്തറ ഇളകി. LDFനെ പിന്തുണച്ചതിന് കാന്തപുരത്തെ ലീഗ് ഭീഷണിപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഗവൺമെന്റ് ഇടതുപക്ഷ മുന്നണിയുടെ ഒരു ഗവൺമെന്റ് ആണെങ്കിലും ഗവൺമെന്റ് എല്ലാ ജനങ്ങളുടെയും ഗവൺമെന്റാണ്. ഇത് മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കണം. അതിന് മന്ത്രിമാർ ഈ കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധയുണ്ടാകണം. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പാർട്ടി വൃത്തത്തിൽ നിന്നുകൊണ്ട് സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയത്തിനകപ്പെട്ടുകൊണ്ടാകരുത് നമ്മളെടുക്കുന്ന തീരുമാനം. വിശദാംശങ്ങളുമായി സ്റ്റീവൻ കുമാർ ചേരുന്നു. ജീവൻ, എന്തൊക്കെ കാര്യങ്ങളാണ് കോടിയേരി അറിയിച്ചത്? സുരാജ്, പാർട്ടി അധികാരത്തിലെത്തിയത് മുതൽ ലോക്കൽ കമ്മിറ്റി മുതൽ AKG സെന്റർ വരെ പലവിധ പരാതികളുമായി ജനം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പാർട്ടി ഒരു സ്വയം അധികാര കേന്ദ്രമായി മാറാൻ പാടില്ല. ഗവൺമെന്റിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം പാർട്ടി പ്രവർത്തകർ ഉണ്ടാക്കി കൊടുക്കണം. ജനങ്ങളുമായി ബന്ധപ്പെട്ടാണ് പാർട്ടി കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടത്. യാതൊരു കാരണവശാലും പാർട്ടിയുടെയോ സർക്കാരിന്റെയോ സ്വാധീനം പാർട്ടി പ്രവർത്തകർ ജനങ്ങളിൽ പ്രയോഗിക്കാൻ പാടില്ല എന്ന കൃത്യമായ സന്ദേശം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചർച്ച ചെയ്ത് കൈക്കൊണ്ടു. ഒപ്പം മന്ത്രിമാരുടെ പെരുമാറ്റച്ചട്ടവും മന്ത്രിമാർ പ്രവർത്തിക്കേണ്ട പെരുമാറ്റച്ചട്ടവും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചർച്ച ചെയ്ത് കൈക്കൊണ്ടിട്ടുണ്ട്. മന്ത്രിമാരുടെ പ്രവർത്തനം ജനങ്ങളുടെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാണെന്ന് മന്ത്രിമാർ ഓർക്കണം. പരാതിയുമായി വരുന്നവരുടെ പരാതി നിശ്ചിത സമയത്തിനുള്ളിൽ അതിന് പരിഹാരം കണ്ടെത്തണം. അനാവശ്യമായ കാലതാമസം എടുക്കുന്ന ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുവാൻ മന്ത്രിമാർക്ക് കഴിയണം. ഗവൺമെന്റിനെ സമീപിക്കുന്ന എല്ലാ വ്യക്തികളും സംതൃപ്തിയോടുകൂടി മടങ്ങിപ്പോകുന്ന തരത്തിലായിരിക്കണം മന്ത്രിമാരുടെ പ്രവർത്തനം. ഒപ്പം ആഴ്ചയിൽ 5 ദിവസം മന്ത്രിമാർ തലസ്ഥാനത്തുണ്ടാകണമെന്ന മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം CPM മന്ത്രിമാർ കർശനമായി നടപ്പിലാക്കുകയും വേണം. നയപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് മാത്രമേ പ്രഖ്യാപനം എടുക്കാൻ പാടുള്ളൂ. ഒപ്പം മന്ത്രിമാരുടെ ശരി, എസ് ജീവൻകുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.
2 ദിവസം നീണ്ടു നിൽക്കുന്ന BJP ദേശീയ നിർവാഹക സമിതി യോഗത്തിന് ഉത്തർപ്രദേശിലെ അലഹബാദിൽ തുടക്കമായി. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ് പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും യോഗം തീരുമാനമെടുത്തേക്കും. എം സന്തോഷ് ഉണ്ട് വിവരങ്ങളുമായി. സന്തോഷ്, പറയൂ. സുരരാജ്, വൈകുന്നേരം 3 മണിക്കാണ് ദേശീയ നിർവാഹക സമിതി യോഗം തുടങ്ങുക. ഇതിന് മുന്നോടിയായി രാവിലെ ദേശീയ സെക്രട്ടറിമാരുടെ യോഗം ചേരുകയുണ്ടായി. പ്രത്യേകിച്ചും 2 ദിവസം നീണ്ടു നിൽക്കുന്ന ദേശീയ നിർവാഹക സമിതി യോഗത്തിന്റെ അജണ്ടകളിൽ പ്രധാനപ്പെട്ടത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഈ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്വീകരിക്കേണ്ട തന്ത്രങ്ങളെ കുറിച്ച് നിർവാഹക സമിതി യോഗം ചർച്ച ചെയ്യും. ഇതിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടണമോ എന്നുള്ള തന്ത്രമാണ് പ്രധാനമായും നിർവാഹക സമിതി ആലോചിക്കുന്നത്. ഈ കാര്യത്തിൽ തന്നെ RSSനും BJPയുടെ ദേശീയ നേതൃത്വത്തിനും 2 അഭിപ്രായമാണുള്ളത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടണം എന്ന അഭിപ്രായം RSSനും BJP സംസ്ഥാന ഘടകത്തിനുമുള്ളപ്പോൾ ആ തീരുമാനത്തിന് പൂർണ്ണമായ അംഗീകാരം BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിർവാഹക സമിതി ഈ യോഗത്തിൽ തീരുമാനമെടുക്കും. മറ്റൊരു കാര്യം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ളതാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കണമെന്ന അഭിപ്രായം ഭൂരിപക്ഷത്തിനുണ്ട്. എന്നാൽ ഇതിന് ഇതുവരെ രാജ്നാഥ് സിംഗ് സമ്മതം മൂളിയിട്ടില്ല. അതേസമയം വരുൺ ഗാന്ധിയുടെ പേര് RSS നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കാര്യത്തിലും നിർവാഹക സമിതി തീരുമാനമെടുക്കും. അതോടൊപ്പം തന്നെ കേരളം ഉൾപ്പെടെ ഇപ്പോൾ നടന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വിലയിരുത്തലും നിർവാഹക സമിതി യോഗത്തിലുണ്ടാകും. സുരരാജ്. ശരി, സന്തോഷ് എമ്മാണ് വിവരങ്ങൾ പങ്കുവച്ചത് ദില്ലിയിൽ നിന്നും. ദില്ലിയിൽ ഓടുന്ന കാറിൽ 21-കാരിയെ കൂട്ടമാനഭംഗത്തിനിരയാക്കി. റെസ്റ്റോറന്റിലേക്ക് പോവുകയായിരുന്ന യുവതിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു സംഭവം. പെൺകുട്ടി നൽകിയ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ. സൺലൈറ്റ് കോളനിയിലെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റിലേക്ക് നടന്നു പോവുകയായിരുന്ന യുവതിക്ക് സമീപം ചാരനിറത്തിലുള്ള സ്വിഫ്റ്റ് കാർ വന്നു നിൽക്കുകയും കാറിൽ കയറാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കയറാൻ കൂട്ടാക്കാത്തതിനെ തുടർന്ന് 3-അംഗ സംഘം ബലമായി കാറിലേക്ക് പിടിച്ചുകയറ്റുകയായിരുന്നു. ഓടുന്ന കാറിൽ വെച്ച് പീഡനത്തിന് ഇരയാക്കി 2 മണിക്കൂറിന് ശേഷം ITOയ്ക്ക് സമീപം ഉപേക്ഷിച്ച് സംഘം കടന്നുകളഞ്ഞു. പെൺകുട്ടിയുടെ പരാതിയിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. 3 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. മൃതദേഹത്തോട് അനാദരവ് കാട്ടിയ സേന ജവാന്റെ കുടുംബത്തോടും അവഗണന കാട്ടുന്നതായി കുടുംബം. കഴിഞ്ഞ മാർച്ചിലാണ് വടക്കേ ഇന്ത്യയിൽ വെച്ച് മരണപ്പെട്ട ജവാന്റെ മൃതദേഹം ചാക്കിൽ പൊതിഞ്ഞ് വീട്ടിലെത്തിച്ചത്. കഴിഞ്ഞ മാർച്ച് 24-ലാണ് ഛത്തീസ്ഗഡിൽ വെച്ച് RPF ജവാൻ അനിൽ മരണപ്പെട്ടത്. മരണശേഷം മൃതദേഹം എംബാം ചെയ്യാതെയാണ് നാട്ടിലെത്തിച്ചത്. ഇതുമൂലം ഭർത്താവിന്റെ മുഖം അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും കഴിഞ്ഞില്ലെന്നിവർ പറയുന്നു. നമ്മുടെ വീടിന് വേണ്ടിയിട്ടല്ലല്ലോ, 12 വർഷവും നാടിന് വേണ്ടി തന്നെ ജീവിച്ച ഒരാളല്ലേ. എന്നിട്ട് ഒരു പുഴുത്ത പട്ടിക്ക് കൊടുക്കുന്ന ഒരു അരികണ്ണ പോലും ഇല്ലാതെ അദ്ദേഹത്തെ നാട്ടിലെത്തിച്ച് അവസാനമായി ആ മുഖം ഒന്ന് കാണാനുള്ള ഭാഗ്യം പോലും ഞങ്ങൾക്ക് തന്നില്ല. എംബാം ചെയ്യാതെയും അത് കാരണം കറുത്ത പ്ലാസ്റ്റിക് ഷീറ്റിനകത്ത് വരിഞ്ഞ് മുറുക്കി കെട്ടി തക്കാളിപ്പെട്ടി പോലൊരു പെട്ടിക്കകത്ത് ഞങ്ങൾക്ക് അദ്ദേഹത്തെ കിട്ടിയത്. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് KC വേണുഗോപാൽ MP അടക്കമുള്ളവർ ഉറപ്പു നൽകിയെങ്കിലും പാലിക്കപ്പെട്ടില്ല. മാത്രമല്ല, മുൻ ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലത്തിൽ നടന്ന സംഭവത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രിയും വാക്ക് നൽകിയിരുന്നു. കൂടാതെ ജവാന്റെ ഭാര്യയ്ക്ക് ജോലി നൽകാമെന്ന മുൻ ആഭ്യന്തരമന്ത്രിയുടെ വാക്കും പാലിക്കപ്പെട്ടില്ല. ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ആരെങ്കിലും തിരക്കിയില്ല. കാരണം ഒരു ലോൺ എടുത്തിരുന്നു, വീടിൻ്റെ കുറച്ച് പണികളോട് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ലോൺ എടുത്തിട്ടതുകൊണ്ട് മാത്രമാണ്, ആ കാശ് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നാൾ ജീവിച്ചത്. അല്ലാതെ ഞങ്ങൾക്ക് ഒരു ആശ്രയമില്ല. ഇപ്പം 3 മാസം കൊണ്ട് ആ ലോൺ പെൻഡിങ് ആയി കിടക്കും. ഇനി എങ്ങനെ അടയ്ക്കുമെന്നൊരവസ്ഥയിൽ. ഇതുമൂലം ഭർത്താവ് നഷ്ടപ്പെട്ട ഈ കുടുംബം ഇപ്പോൾ കടക്കണിയിലാണ്. കടക്കണിയിൽ കഴിയുന്ന ജവാന്റെ ഭാര്യയ്ക്ക് നീതി ലഭിച്ചില്ലെങ്കിലും ജീവിതമാർഗമെങ്കിലും കാട്ടിത്തരണമെന്ന അപേക്ഷയാണ് ഈ കുടുംബത്തിന് ഇപ്പോഴുള്ളത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. മഴ കനത്തപ്പോഴും തൃശൂർ മുണ്ടത്തിക്കോട് സ്വദേശി അലക്സ് ജോസഫ് എന്ന കർഷകൻ വിളവെടുപ്പിന്റെ തിരക്കിലാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ പോളി ഹൗസിൽ ആരംഭിച്ച പയർ കൃഷി വൻ വിജയമായതിന്റെ ആഹ്ലാദത്തിലാണ് ഈ കുടുംബം. വിപണി ഉറപ്പാക്കിയ ശേഷമായിരുന്നു വൻതോതിൽ പയർ കൃഷി നടത്താൻ അലക്സ് പോളി ഹൗസുകൾ തയ്യാറാക്കിയത്. പുരയിടത്തിൽ 500 സ്ക്വയർ മീറ്ററിൽ തയ്യാറാക്കിയ പോളി ഹൗസിലാണ് അലക്സ് ജോസഫ് പയർ കൃഷി ഇറക്കിയത്. നട്ടുനനയ്ക്കാനും ചെടികളെ പരിപാലിക്കാനും സഹധർമ്മിണിക്കൊപ്പം മകൻ 5 വയസ്സുകാരൻ ജോസഫും ഒപ്പം ചേർന്നു. ജോസഫിന്റെ കുരുന്നു മനസ്സിൽ കൃഷിയോടുള്ള താല്പര്യം വളർന്നതിനൊപ്പം പയർച്ചെടികളും വളർന്ന് പന്തലിച്ചു. വിളവെടുക്കാറായതോടെ തോട്ടത്തിലെ ജോലികളിലെല്ലാം അച്ഛനെ സഹായിക്കാൻ ഈ കുസൃതിക്കുട്ടനും ഏറെ ഉത്സാഹമാണ്. പോളി ഹൗസ് രീതിയിൽ സാധാരണയിലധികം വിളവ് ലഭിക്കുമെന്ന ഈ കർഷകന്റെ അനുഭവം.
പ്രധാനമായിട്ടും കീടങ്ങളുടെ ഉപദ്രവങ്ങൾ വളരെ കുറവാണ്. ആൻറ്റിവൈറസ് നെറ്റ് കടന്നിട്ട് ഒരു സാധനങ്ങൾക്ക് സാധാരണ കടക്കാൻ പറ്റില്ല. അപ്പോൾ വിഷം തളിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഗ്രീൻ മൈത്രി എന്ന പേരിൽ കർഷകർക്ക് പ്രചോദനം നൽകുന്ന പെരിങ്ങണ്ടിയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് വിളവ് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.